അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം പല മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളാണ് എന്നുള്ള അതിനോട് യോജിക്കാൻ കഴിയും. ഡോക്ടർ സദാശിവം ഇവിടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് പറഞ്ഞു വിജയകൃഷ്ണന് പത്മഭൂഷണോ എന്തോ റെക്കമെൻഡ് ചെയ്യും എന്ന് പൊതുവേദിയിൽ പറയുണ്ടായി. ഞാൻ വൈകുന്നേരം പോയിട്ട് മൂപ്പരെ പോയി കണ്ടിട്ട് കാല് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിത് സാധനം വേണ്ട, തന്നാൽ സ്വീകരിക്കില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് എന്താ മെച്ചെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ട്രെയിനിലൊരു ഇക്യു പോലും കിട്ടൂല പത്മശ്രീനെ കൊണ്ട്. പിന്നെ അവസാനം നമ്മൾ മരിക്കുമ്പോൾ ആകാശത്തേക്ക് പോലീസ് വന്ന് വെടിവെക്കും. ഇത് നമ്മൾ കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ ഇരിക്കുമ്പോൾ പോലീസ് നമ്മളെ വെടിവെച്ചാൽ ഒരു ഗുണമുണ്ട്, അത് നല്ലൊരു പേരിൽ അങ്ങോട്ട് പോവാം. ഇത് അല്ലാത്ത സമയത്ത് മരിച്ചു കടന്നിട്ട് വെടിവെച്ചിട്ട് എന്ത് കാര്യം? NV രാഘവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് തുടങ്ങരുത്, തുടങ്ങിയ ആൾക്ക് നേരിടാൻ കഴിയില്ല. രണ്ട് കാര്യം: ഒന്നാന്റെ ശത്രുക്കൾ വർദ്ധിക്കും, രണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇത് രണ്ടും അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഈഗോ ആണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ NV രാഘവന്റെ അദ്ദേഹം ഉണ്ടാക്കിയ AKG ഹോസ്പിറ്റൽ, പെരിയാരം മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അയാളുടെ ജീവിത അനുഭവമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ് പിന്നീട് മനസ്സിലായത്. ഇതിന് വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം പല പള്ളികളും മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളാണ് എന്നുള്ള അതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെ യോജിച്ചാൽ പോലും പല കാലഘട്ടങ്ങളിൽ പലതും നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നിലമ്പൂർ കോവിലകത്തിൻ്റെയാണ്. നമ്മുടെ വയനാട് മുഴുവൻ നിലമ്പൂർ കോവിലകത്തിൻ്റെയാണ്. ഈ പ്രദേശമൊക്കെ നിലമ്പൂർ കോവിലകത്തിൻ്റെയാണ്. മഞ്ചേരി ഒക്കെ മലമ്പൂർ കോവിലകത്തിൻ്റെയാണ്. അതൊക്കെ ഇപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മളെ 10 സെന്റും 5 സെന്റും നമ്മളെ വീടും ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചരിത്രം ശരിയായിരിക്കാം, പക്ഷെ അത് കാലഘട്ടത്തിന് എന്ത് എന്നുള്ള നമ്മളെ ഭരണാധികാരികൾ അതെടുത്ത് ആഘോഷിക്കുകയാണ്. ഇവിടെ രാജ്യത്ത് വേണ്ടത്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അമ്പലത്തിൽ പോണവർക്ക് അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോണവർക്ക് പള്ളിയിൽ പോവാം, അമ്പലം ഉണ്ടാക്കണവർക്ക് അമ്പലം ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കണവർക്ക് പള്ളി ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് വേണ്ട മനസ്സമാധാനമാണ്, നമുക്ക് വേണ്ട സമാധാനമാണ്. ആ രാജ്യത്തേക്ക് ആളുകൾ കടന്നു വരുള്ളൂ, ആ രാജ്യത്തെ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് വേണ്ടത്. അതാണ് മുഹമ്മദ് സാർ ഞാനുള്ള ഇപ്പം കുറച്ച് മുമ്പേ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഖത്തറിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യാണ്. മകള് നമ്മുടെ രാഹുൽ ഗാന്ധിൻ്റെ PRO ആയിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനത്തെ ഒരു കുടുംബമാണ്. പക്ഷെ എന്നോടും പറഞ്ഞത് സാറേ, എനിക്കിപ്പോൾ നമ്മളെ എന്താണ് നമ്മളെ ഗവർണറുടെ പേര് ജസ്റ്റിസ് അല്ല, അതിപ്പോഴത്തെ ഗവർണർ അല്ലേ, അത് നിങ്ങളെ സ്വന്തം ആളാണ്. അതല്ല, ഈ അതിൻ്റെ മുമ്പിലുള്ള ഗവർണർ ഡോക്ടർ സദാശിവം ഇവിടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് പറഞ്ഞു വിജയകൃഷ്ണന് പത്മഭൂഷണോ എന്തോ റെക്കമെൻഡ് ചെയ്യും എന്ന് പൊതുവേദിയിൽ പറയുണ്ടായി. ഞാൻ വൈകുന്നേരം പോയിട്ട് മൂപ്പരെ പോയി കണ്ടിട്ട് കാല് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിത് സാധനം വേണ്ട, തന്നാൽ സ്വീകരിക്കില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് എന്താ മെച്ചെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ട്രെയിനിലൊരു ഇക്യു പോലും കിട്ടൂല പത്മശ്രീനെ കൊണ്ട്. പിന്നെ അവസാനം നമ്മൾ മരിക്കുമ്പോൾ ആകാശത്തേക്ക് പോലീസ് വന്ന് വെടിവെക്കും. ഇതാണ് എന്ന് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കി തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഇത് നമ്മൾ കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ ഇരിക്കുമ്പം പോലീസ് നമ്മളെ വെടിവെച്ചാൽ ഒരു ഗുണമുണ്ട്, അത് നല്ലൊരു പേരിൽ അങ്ങോട്ട് പോവാം. ഇത് അല്ലാത്ത സമയത്ത് മരിച്ചു കടന്നിട്ട് വെടിവെച്ചിട്ട് എന്ത് കാര്യം എന്ന് ആലോചിച്ചിട്ടില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങനെ പോയത്. അപ്പം മൂപ്പര് എന്നാണ് കാണുന്നത്, പരിചയപ്പെടുന്നത്? ഞാൻ കാറിൽ കയറിയപ്പോഴാണ് മൂപ്പര് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ NDRലേക്ക് വരുന്നോ? ഇതിൻ്റെ ചരിത്രം ഒന്ന് എഴുതണം സാർ, സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ചരിത്രം ഒന്ന് എഴുതണം. ആരും എഴുതാത്തൊരു കാര്യമാണ്. എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, ലോകത്തിന് മാതൃകയായിട്ടുള്ള അമൂൽ, കോഴിക്കോട്ടുകാരനായ കുര്യൻ സാറാണത്
അതിൻ്റെ സൃഷ്ടാവ്. നമ്മുടെ മിൽമ അതുപോലെ ഏതൊക്കെ മേഖലയിൽ സഹകരണ മേഖല തൊട്ടിട്ടുണ്ടോ? സാറിനറിയോ, ഈ എല്ലാ നമ്മുടെ ജിയുടെ ഇഞ്ചിൻ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളിലേക്ക് അതിൻ്റെ ഫ്ലൈറ്റിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ജർമ്മനിയിലെ. അതൊക്കെ എഴുതണം സർ. ആരും നമ്മളെ പോലത്തെ ആളുകൾ ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് എഴുതാൻ അടുത്ത തലമുറയ്ക്ക് എന്നോട് ചിലവരെ പറയുന്നുണ്ട് നമ്മളിത് എഴുതണം, ഇത് ജീവിതചരിത്രം എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ആരും വായിക്കാൻ പോണില്ല. പക്ഷെ നിങ്ങളെപ്പോലെ ആളുകൾ സഹകരണത്തിലെന്ത് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരുന്നു, എല്ലാ ആളുകളെയും ഇരുത്തി നമ്മുടെ മുഖ്യമന്ത്രിനെ ഇരുത്തി പറഞ്ഞിരുന്നു. 2017 ഇത് ഉദ്ഘാടനത്തിന് ഞാൻ പറഞ്ഞിരുന്നു 2027 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസർ സെൻ്ററുകളിൽ ഒന്നായിട്ട് ഇത് മാറും. ഈ പ്രദേശം ലോകം ശ്രദ്ധിക്കും. 57 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ രോഗികൾ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. NV രാഘവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് തുടങ്ങരുത്, തുടങ്ങിയ ആൾക്ക് നേരിടാൻ കഴിയില്ല. 2 കാര്യം: ഒന്ന്, എൻ്റെ ശത്രുക്കൾ വർദ്ധിക്കും; 2, ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇത് രണ്ടും അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഈഗോ ആണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ NV രാഘവൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ AKG ഹോസ്പിറ്റൽ, പെരിയാരം മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അയാളുടെ ജീവിത അനുഭവമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ് പിന്നീട് മനസ്സിലായത്.